എന്നാൽ ഇവിടെ അതിന് തൊട്ടടുത്ത ദിവസം മുതൽ കൃഷ്ണപുരത്തു നിന്നും തിരിച്ചെത്തിയ ജയകൃഷ്ണൻ തീർത്തും അസ്വസ്ഥനായിരുന്നു. നേരാവണ്ണം ഒന്നുറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും കഴിയാത്തൊരവസ്ഥ. ഇതിനിടയിലും ജയകൃഷ്ണൻ ഹരിയെ ഫോണിൽ വിളിച്ച് ദേവൂട്ടിയെക്കുറിച്ചും ഒപ്പം അവളുടെ വീട്ടുകാരെക്കുറിച്ചുമുള്ള വിശേഷങ്ങൾ അന്വേഷിച്ചു. ഈ സമയം മറുതലയ്ക്കിൽ നിന്ന ഹരി ആരോടും ഒന്നും പറയാതെ ദേവൂട്ടിക്ക് വേണ്ടി ആശുപത്രി ബില്ല് അടച്ചതും അതുകൂടാതെ മണി ഓർഡറായി പണം അയ്യരുടെ പേരിൽ അയച്ചതിനെക്കുറിച്ചും ജയകൃഷ്ണനോട് ചോദിക്കുന്നു. തന്നെ രക്ഷപ്പെടുത്തിയ ദേവൂട്ടിക്കും കുടുംബത്തിനും വേണ്ടി ഇത്രയെങ്കിലും താൻ ചെയ്യണ്ടേ എന്നായിരുന്നു ജയകൃഷ്ണൻ തിരിച്ച് ഹരിനാരായണനോട് ചോദിച്ചത്. ജയകൃഷ്ണൻ്റെ തിരിച്ചുള്ള ആ മറുപടി കേട്ട് ഹരിനാരായണൻ്റെ മനസ്സിൽ ജയകൃഷ്ണനെ നന്നായി അറിയാവുന്ന അവൻ ഇതിൽ കൂടുതൽ ചെയ്തില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ എന്ന് സ്വയം പറഞ്ഞു പോകുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളും ജയകൃഷ്ണൻ ഹരിയോട് പറയുമ്പോഴും തൻ്റെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ജയകൃഷ്ണൻ ഹരിയിൽ നിന്നും മറച്ചുവെച്ചാണ് സംസാരിച്ചത്. ഒടുവിൽ ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം കട്ടായി. ഈ സമയം മറുവശത്തെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് അഗ്രഹാരത്തിലെത്തിയ ദേവൂട്ടിയെ കാണാൻ പലരും അവളുടെ വീട്ടിലെത്തി. സ്വന്തം ജീവൻ പോലും മറന്ന് ദേവൂട്ടി ചെയ്ത ആ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞ് അവളെ അനുമോദിക്കുകയും അവൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ജയകൃഷ്ണൻ ആരോടും ഒന്നും ചോദിക്കാതെ ആശുപത്രി ബിൽ അടച്ചത് കൂടാതെ മണി ഓർഡറായി വീണ്ടും നല്ലൊരു തുക അയ്യർക്കും കുടുംബത്തിനും അയച്ചതിനെക്കുറിച്ചും അത് വേണ്ടിയിരുന്നില്ല എന്നതിനെക്കുറിച്ചും അയ്യർ ഹരിയോട് പറയുന്നു. എന്നാൽ ഇവിടെ തൻ്റെ കൂട്ടുകാരനെ നന്നായി അറിയാവുന്ന ഹരി അയ്യരോട് പറഞ്ഞു, തൻ്റെ കൂട്ടുകാരൻ കാരണമാണല്ലോ ദേവൂട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നതിൽ അവന് നല്ല വിഷമവും കുറ്റബോധവും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് അവൻ ആരോടും ഒന്നും ചോദിക്കാതെ ഇങ്ങനെ ചെയ്തത്. ഹരിനാരായണൻ അയ്യരോട് പറഞ്ഞു നിർത്തി. മാത്രമല്ല തൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് ഇത്ര കൂടി ഹരി അയ്യരോട് പറഞ്ഞു. അത് മറ്റൊന്നുമായിരുന്നില്ല, തൻ്റെ കൂട്ടുകാരൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്നും ഈ പണം അയ്യർ തിരിച്ചു കൊടുത്താൽ അതവന് വിഷമമാകുമെന്നും അതിനാൽ അത് വേണ്ട എന്നും പറയുന്നു. അതോടെ അയ്യർ ശാന്തനായി. തുടർന്ന് ഹരി ജയകൃഷ്ണനെ ഫോണിൽ വിളിക്കുകയും ആ ഫോൺ പിന്നീട് അയ്യർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അതോടെ അയ്യരും ജയകൃഷ്ണനും തമ്മിൽ സംസാരിച്ചു. അതിനെ തുടർന്ന് അയ്യർ ജയകൃഷ്ണൻ നൽകിയ ആ പണം സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ കാര്യങ്ങൾ സമാധാനപരമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കെ ഇവിടെ ഓരോ ദിവസം കഴിയും തോറും ജയകൃഷ്ണൻ കൂടുതൽ അസ്വസ്ഥനായിക്കൊണ്ടേയിരുന്നു. അതേ തുടർന്ന് ജയകൃഷ്ണൻ്റെ ഊണും ഉറക്കവും ശരിക്കും നഷ്ടപ്പെട്ടു ഒരവസ്ഥയിൽ തന്നെയായിരുന്നു. മാത്രമല്ല മാനസികമായി വല്ലാതെ അസ്വസ്ഥനായി തീർന്നിരുന്നു ജയകൃഷ്ണൻ. ഒടുവിൽ ഹരിനാരായണനോട് പോലും പറയാതെ കൃഷ്ണപുരത്തേക്ക് പുറപ്പെട്ടു അവൻ. വൈകിട്ട് 6:30 ജയകൃഷ്ണൻ കൃഷ്ണപുരത്തെത്തി. എന്നാൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ജയകൃഷ്ണനെ കണ്ട ഹരിനാരായണൻ അമ്പരന്നു. ഇതെന്തുപറ്റി? ഒരു വാക്കുപോലും പറയാതെയുള്ള ഈയൊരു വരവ് ഹരി ജയകൃഷ്ണനോട് ചോദിച്ചു. ഹരിയുടെ അമ്പരപ്പ് നിറഞ്ഞുള്ള ആ ചോദ്യം കേട്ട ജയകൃഷ്ണൻ ഒക്കെ പറയാമെന്നും അതിനു മുമ്പേ എനിക്ക് ഒന്ന് കുളിച്ച് ഫ്രഷ് ആകണമെന്നും നല്ല യാത്രാക്ഷീണമുണ്ടെന്നും പറഞ്ഞു. അതോടെ ഹരി കടയിൽ നിന്നും നേരത്തെ ഇറങ്ങി ജയകൃഷ്ണനെയും കൂട്ടി വീട്ടിലെത്തി. ശേഷം രണ്ടാളും കൂടി ആ അമ്പലക്കുളത്തിലെത്തി. കുളി കഴിഞ്ഞ് ആ ആൽമര ചുവട്ടിൽ അങ്ങനെയിരുന്നു. ഈ സമയം അവിടെ അധികമാരും ഉണ്ടായിരുന്നില്ല. അല്പനേരം രണ്ടാളും ഒന്നും മിണ്ടിയതേയില്ല. തുടർന്ന് അങ്ങനെ നീണ്ടുനിന്ന നിശബ്ദതയ്ക്കൊടുവിൽ ജയകൃഷ്ണൻ പതിയെ പറഞ്ഞു തുടങ്ങി. ഹരി, കുറച്ച് ദിവസങ്ങളായി എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഞാൻ മുമ്പ് ഉറങ്ങിയതുപോലെയുള്ള ഒരു ഉറക്കം അതെനിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഉറക്കം കിട്ടാതെ കിടന്ന രാത്രികളിൽ ഞാൻ അതേക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു നോക്കി. എന്നാൽ കൃത്യമായൊരു ഉത്തരം അതെനിക്ക് കിട്ടിയില്ല. ഉറക്കം വരാതെ കിടന്ന രാത്രിയിൽ പുലരുമ്പോൾ ആ ഉറക്കമില്ലായ്മയുടെ ഒരു തലവേദനയോ ക്ഷീണമോ അങ്ങനെ ഒന്നും തന്നെ എന്നെ അലട്ടിയിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഉറക്കക്കുറവ്? ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ആലോചിച്ചു. പിന്നെ കരുതി അത് വേണ്ട എന്ന്. ഈ സമയം ജയകൃഷ്ണൻ പറയുന്നതെല്ലാം കേട്ട് നിശബ്ദനായിരുന്ന ഹരി പെട്ടെന്ന്, അപ്പോൾ നീ ഈ പറയുന്നത് ഉറക്കമില്ലായ്മ ഒരു അസുഖമായി നിനക്ക് തോന്നുന്നില്ല എന്നാണോ? പിന്നെ എന്താ ഇത്? ഹരി പറഞ്ഞു നിർത്തുന്നു.
ഇതുതന്നെയാണ് എൻ്റെ ചോദ്യവും, ജയകൃഷ്ണനും പറഞ്ഞു. തുടർന്ന് വീണ്ടും പറഞ്ഞു തുടങ്ങി. ഒടുവിൽ എൻ്റെ ഈ ഉറക്കമില്ലായ്മയുടെ കാരണത്തെക്കുറിച്ച് ഞാൻ പലതും ചിന്തിച്ചു നോക്കിയെന്ന് പറഞ്ഞുവല്ലോ. ആ ചിന്തകൾക്കൊടുവിൽ ഞാൻ അതിൻ്റെ ഉത്തരവും കണ്ടെത്തി. അത് പക്ഷേ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ നിന്നോട് പറയാം. എൻ്റെ ഈ ഉറക്കമില്ലായ്മയ്ക്കും മനസ്സിൻ്റെ അസ്വസ്ഥതയ്ക്കും കാരണം അത് അവളാണ്. അതെ, അവൾ തന്നെ ദേവൂട്ടി, ജയകൃഷ്ണൻ പറഞ്ഞു നിർത്തി. എന്നാൽ ആ ഒരു കാര്യം കേട്ട ഹരി ഒരു അമ്പരപ്പോടെ ജയകൃഷ്ണനെ വിളിച്ചു. ജയാ, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അതുകേട്ട ജയകൃഷ്ണൻ, അതെ, അതുതന്നെ ദേവൂട്ടി, അവളാണ് എല്ലാറ്റിനും കാരണം. സത്യം, അവളെ അന്ന് ആദ്യമായി കണ്ട നിമിഷം മുതൽ അറിയില്ല, ഞാൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും എൻ്റെ മനസ്സിൽ ആ അസ്വസ്ഥത കൂടിക്കൊണ്ടേയിരുന്നു. അന്ന് ആശുപത്രിയിൽ നിന്നും അവളോട് യാത്ര ചോദിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ എന്നോട് വഴക്കിട്ടത് ഓർമ്മയില്ലേ? എന്നാൽ ഞാൻ മനഃപൂർവ്വം അവളോട് യാത്ര പറയാതിരുന്നതാണ്. അവളോട് യാത്ര പറയാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. കാരണം അവളെ എപ്പോഴും കാണണമെന്ന അടങ്ങാത്തൊരാഗ്രഹം ഞാനറിയാതെ എൻ്റെ മനസ്സിൽ ഇതിനോടകം വളർന്നു കഴിഞ്ഞിരുന്നു. പലതവണ ഞാൻ ഇതേക്കുറിച്ച് ചിന്തിച്ചു, എന്താണ് എനിക്ക് പറ്റിയതെന്ന്. എന്നാൽ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, എനിക്കിപ്പോൾ അവളില്ലാണ്ട് പറ്റില്ല എന്നതാണ് സത്യം. അവൾക്കെന്നോട് ഇഷ്ടമാണോ അതോ വിരോധമാണോ എന്നൊന്നും എനിക്കറിയണ്ട. എൻ്റെ മനസ്സിൽ ആ ഒരു മുഖം മാത്രമേ ഉള്ളൂ ഹരി, ജയകൃഷ്ണൻ പറഞ്ഞു നിർത്തുന്നു. തുടർന്ന് ജയകൃഷ്ണൻ, നിനക്കറിയില്ലേ, നമ്മുടെ കോളേജ് പഠനകാലം, അന്ന് എത്രയെത്ര പെൺകുട്ടികളാണ് എനിക്ക് പിന്നാലെ എൻ്റെ ഒരു നോട്ടത്തിനു വേണ്ടി നടന്നിട്ടുള്ളത്. അതുമാത്രമാണോ, പ്രണയലേഖനങ്ങൾ തന്നെ എത്രയെണ്ണം, അതും എന്നും ഒരെണ്ണമെങ്കിലും കിട്ടാത്ത ദിവസമില്ല. എന്നാൽ അന്നൊന്നും ഞാനത് മൈൻഡ് ചെയ്തിരുന്നില്ല. എന്നു മാത്രമല്ല, ഒക്കെ ഒരു തമാശയായി കണ്ട് തള്ളിക്കളയുകയാണ് ചെയ്തത്. ആ സമയം പ്രണയിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള ഒരാളും ഞാൻ തന്നെയാണ്. വീട്ടുകാർ അറിഞ്ഞ് അവർ കണ്ടെത്തുന്ന ഒരു പെൺകുട്ടി, അതായിരിക്കണം നമ്മുടെ ജീവിതസഖിയായി വരേണ്ടത് എന്ന നിലപാടിൽ തന്നെയായിരുന്നില്ലേ ഞാൻ. എന്നാൽ ഇന്ന് എനിക്കറിയില്ല ഹരി, ഇപ്പോൾ എപ്പോഴും അവൾ മാത്രമാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടം എനിക്ക് അവളോട് പറയണം. അവളുടെ പ്രതികരണം അത് എന്തു തന്നെയായാലും എനിക്ക് പ്രശ്നമില്ല. അതിന് നീ എന്നെ സഹായിക്കണം. ഒരു യാചന പോലെ ജയകൃഷ്ണൻ ഹരിയോട് പറയുന്നു. ജയകൃഷ്ണനെയും അവൻ്റെ മനസ്സിനെയും നന്നായി അറിയാവുന്ന ഹരി അതുകൊണ്ട് തന്നെ ഒപ്പം നിൽക്കാമെന്ന് സമ്മതിക്കുന്നു. ശേഷം എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ജയകൃഷ്ണനെ സമാധാനപ്പെടുത്തി. തുടർന്ന് ജയകൃഷ്ണനെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടെ ഹരിയുടെ അപ്പ ജയകൃഷ്ണൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നത് എന്താണെന്ന് ചോദിക്കുന്നു. അത് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചതിനെ തുടർന്ന് വന്നതാണെന്ന് ഹരി ഒരു കള്ളം പറയുന്നു. ഹരി പറഞ്ഞ ആ കള്ളം അവിടെ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. തുടർന്ന് ഭക്ഷണം കഴിഞ്ഞ് രണ്ടാളും മുറിയിലെത്തി ഉറങ്ങാൻ കിടന്നു. എന്നാൽ രണ്ടാളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജയകൃഷ്ണൻ്റെ മനസ്സ് നിറയെ ദേവൂട്ടിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. ആ ചിന്തകൾക്കിടയിൽ തൻ്റെ മനസ്സിലെ ഇഷ്ടം അവൾ തട്ടിയെറിയരുത് എന്ന പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഹരിയുടെ മനസ്സ് അതൊരു കടൽ കണക്കെ ആർത്തിരമ്പുകയായിരുന്നു. മനസ്സിൻ്റെ ആ ആർത്തിരമ്പലിൽ അവനറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ മുറിയിലെ ഇരുട്ടിൽ അത് പക്ഷേ അടുത്ത് കിടന്ന ജയകൃഷ്ണൻ കണ്ടിരുന്നില്ല.